വിശ്വാസം അനുസരിച്ച്. എന്നുവെച്ചാൽ വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ജനിച്ചു വരുന്ന നമുക്ക് 3 പേരോട് കടപ്പാടുണ്ട്. 3 പേരോട് കടപ്പാടുണ്ട്. 1, ദൈവത്തോട് കടപ്പാടുണ്ട്. 2, പാരൻസിനോട് കടപ്പാടുണ്ട്. 3, ഗുരുക്കന്മാരോട് കടപ്പാടുണ്ട്. ഭാരതീയ വിശ്വാസം പഠിപ്പിക്കുന്നത് 1, ദൈവത്തോട് കടപ്പാടുണ്ട്. 2, പാരൻസിനോട് കടപ്പാടുണ്ട്. 3, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരോട് കടപ്പാടുണ്ട്. ദൈവത്തോടുള്ള കടപ്പാട് അതെങ്ങനെയാണ് നമ്മൾ തീർക്കുക? ദൈവത്തോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? അപ്പം നാം അറിയണം. പള്ളി കൊണ്ടുപോയി തിരികെത്തിച്ചാൽ മതിയോ? പെരുന്നാളേറ്റ് കഴിച്ചാൽ മതിയോ? പോരാ. ദൈവത്തോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാൻ വിശുദ്ധനാകണം. അതാണ് ദൈവത്തോടുള്ള കടപ്പാട് തീർക്കുന്നത്. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധനാകണം. അങ്ങനെയാണ് ദൈവത്തോട് കടപ്പാട് തീരേണ്ടത്. പാരൻസിനോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? എങ്ങനെയാണ് നാം അറിഞ്ഞിരിക്കണം. പാരൻസിനോടുള്ള കടപ്പാട്, അവർ ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മളെ വളർത്തിയത്. നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം, വളരണം, നിങ്ങളുടെ മക്കളെ വളർത്തണം. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ദൈവത്തോടുള്ള കടപ്പാട് എങ്ങനെ തീർക്കും? വിശുദ്ധ ജീവിതം. മാതാപിതാക്കന്മാരുടെ കടപ്പാട് എങ്ങനെ തീർക്കും? ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം, നമ്മുടെ തന്നെ കുടുംബത്തെ നോക്കണം. ദൈവമക്കളെ, പഠിപ്പിക്കുന്നവരോട്, അധ്യാപകരോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? അതെങ്ങനെയാണ് തീർക്കുക? അവർ പഠിപ്പിച്ചത് ഞാൻ മറന്നുപോയി എന്ന് പറയാനിട വരരുത്. അവർ പഠിപ്പിച്ചത് ഞാൻ അനുസരിച്ചില്ലല്ലോ എന്ന് പറയാനിട വരരുത്. കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും കാര്യം മാത്രമല്ല ഈ പറയുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മളെ ശരിയായി പഠിപ്പിച്ച അത് നാം അനുസരിച്ചില്ലല്ലോ. ഞാൻ അനുസരിക്കേണ്ട ഒരു കാര്യം ഒരു അധ്യാപകൻ, എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നു, അത് ഞാൻ അനുസരിച്ചില്ലല്ലോ എന്ന് പറയാനിട വരരുത്. സദൃശവാക്യം 5:13 വായിക്കാം. സദൃശവാക്യം 5:13 പറയും, എനിക്ക് കിട്ടിയ പ്രബോധനം ഞാൻ മറന്നു കളഞ്ഞു. അങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് തോന്നുന്നു. 5:13 വായിച്ച് സദൃശവാക്യം. എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ ഉപദേശിച്ചവരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. അങ്ങനെ പറയാനിട വരരുത്. അങ്ങനെയാണ് ഗുരുക്കന്മാരോടുള്ള കടപ്പാട് തീർക്കുന്നത്. അവരെന്നെ ഉപദേശിച്ചത് ഞാൻ ചെവി കൊടുത്തില്ല, കേട്ടില്ല എന്ന് പറയാനിട വരരുത്. അതനുസരിക്കുന്നവരായിരിക്കണം. അവിടെ തന്നെ സദൃശവാക്യത്തിൽ പിന്നെയും പറയും, 5:13 പറയും. അത് വേറൊരു വലിയൊരു സന്ദർഭമാണത്. 5:15 വായിച്ച്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്ക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ. ദൈവത്തിന് സ്തോത്രം. പലസ്തീൻ നാട്ടിൽ നിന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും ഓരോ കാറുണ്ട്, അല്ലെങ്കിൽ സ്കൂട്ടറുണ്ട്. കുട്ടനാടൻ പ്രദേശത്തേക്ക് ചെന്നാൽ എല്ലാ വീടുകളിലും ഒരു യമഹ എഞ്ചിൻ പിടിപ്പിച്ച ബോട്ടോ അല്ലെങ്കിൽ ഒരു വഞ്ചിയൊക്കെ കാണും. പലസ്തീൻ നാടുകളിൽ ഏറ്റവും വലിയ ലക്ഷറി ആയിരുന്നു സ്വന്തമായിട്ടൊരു ഉറവ്, ഒരു കിണറുണ്ട് എന്ന് പറയുന്നത്. വെള്ളമില്ലാത്ത നാടാണ്. അവിടുത്തെ ഏറ്റവും വലിയ ലക്ഷറിയാണ് സ്വന്തമായൊരു കിണറുണ്ട്, ഒരു ഉറവുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ഇച്ഛിക്കുന്നതുമായൊരു കാര്യമാണ് ദമ്പതിമാരോരും എല്ലാവരും അവരവരുടെ ഭർത്താവിനും ഭാര്യയും സന്തോഷമായി ജീവിക്കുന്നവരായിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ സംതൃപ്തിയോടെ ജീവിക്കുന്നവരായിരിക്കണം. ഇതാണ് ഇവിടെ ശലോമോൻ പറയുന്നത്. അവിടെ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനിട വരരുത്. അവിശ്വസ്തത വന്നു എന്ന് പറയാനിട വരരുത്. ദമ്പതിമാർ അവരുടെ ദാമ്പത്യം തൃപ്തിയോടെ കഴിയുന്നവരായിരിക്കണം. ദൈവമക്കളെ, ഇതെല്ലാം നമുക്ക് പ്രയാസമുള്ള ഉപദേശങ്ങളാണോ? ഒരിക്കലുമല്ല. വേദപുസ്തകം നമ്മളെ ഏറ്റവും ലളിതമായതും നമുക്കെല്ലാം സന്തോഷം തരുന്നതുമായ കാര്യങ്ങളാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്.